ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ക്രിസ്മസ് സ്പെഷ്യൽ പ്ലെയിൻ ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പ്ലെയിൻ ബാഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ക്രിസ്മസ് തീമിൽ പ്ലെയിൻ ബാഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. പിന്നെ അതിന്റെ ASMR കാണിക്കുന്നുണ്ട് കേട്ടോ. പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് വരച്ചതാണ് കേട്ടോ. എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ബാക്ക് സൈഡിൽ 4 കളേഴ്സിൽ സർക്കിൾസ് വരച്ച് കളർ ചെയ്തിട്ട് കോമൺ, റെയർ, എപ്പിക് ആൻഡ് ലെജൻഡറി എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡ് ബാഗിൽ നമ്മൾ മെയിൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് സ്ക്വിഷിയാണ്. ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ ഞാൻ ജിഞ്ചർ ബ്രെഡ് മാനായിട്ട് വരക്കുന്നത്. അതിനെ വരച്ചിട്ട് കളർ ചെയ്തിട്ട് സ്ക്വിഷി ഉണ്ടാക്കുന്നുണ്ട്. മുൻപത്തെ വീഡിയോയിൽ സ്ക്വിഷി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. 2 സ്ക്വിഷീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കാണുന്ന പോലെ സെയിം മെത്തേഡിൽ വരച്ച് കട്ട് ചെയ്തെടുത്ത് അതിൽ പഞ്ഞി നിറച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സെല്ലോ ടാപ്പായിട്ട് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ട് ഈ 2 സ്ക്വിഷീസും അതിനുള്ളിലിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി എക്സ്ട്രാ ഗിഫ്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഗ്രീൻ ഫോം ഷീറ്റ് എടുത്തിട്ട് അതിന്ന് കാണുന്ന പോലെ ഒരു ട്രീ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ട്രീയുടെ മുഴുവനും കട്ട് ചെയ്തെടുക്കുന്നില്ല, ഈ ജസ്റ്റ് അതിൻ്റെ മെയിൻ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ബ്രൗൺ കളർ ഫോം ഷീറ്റിൽ നിന്ന് അതിൻ്റെ താഴെ വെക്കാനായിട്ട് ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒട്ടിക്കാനായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സർക്കിൾസും പിന്നെ ഒരു സ്റ്റാറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഫ്രണ്ടിന് തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ കളേഴ്സിലുള്ള ബോൾസ് ട്രീയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പീസസ് കട്ട് ചെയ്തെടുക്കുന്നത്. അതെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് ഒരു ട്രീയുടെ പിക്ചർ വരച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഈ പിക്ചറിൽ ഞാൻ ഗ്രീനും പിന്നെ സ്റ്റാറിന് യെല്ലോ കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ബോൾസ് എല്ലാം അതിൻ്റെ സ്ഥാനത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. കളേഴ്സ് അവർക്ക് സെലക്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. ആ സർക്കിൾസ് എല്ലാം ആ കവറിൻ്റെ ഉള്ളിലിട്ട് കവർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഏത് ടൈപ്പാണ്, കോമൺ ആണോ, റെയർ ആണോ, ലെജൻഡറി ആണോ, നമ്മൾ മുമ്പേ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാക്കിൽ 4 സർക്കിൾസ് വരച്ചിരുന്നല്ലോ, അതിലത്തെ ഏതാണെന്ന് കിട്ടിയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആ തീമിൽ മെരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ യു ഗോഡ് എന്ന് എഴുതിയിട്ട് പിന്നെ കളർ ഏതാണോ ആ കളറ്, ഇപ്പോൾ ലെജൻഡറി ആണ് ഈ ബാഗിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ആ ഒരു കളറിൽ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ്സ് തീർന്നിട്ടില്ല, നമുക്ക് കുറച്ച് പിന്നുകളും ഉണ്ടാക്കി കൊടുക്കുക. ബോ വെച്ചിട്ടുള്ള പിന്നുകൾ. ആ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഷീറ്റിൽ നിന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ കാണുന്ന പോലെ 4 കട്ട്സ് കൊടുക്കുക എല്ലാ കോർണറിനും. എന്നിട്ട് ഒരു കോർണറിൽ മാത്രം കാണുന്ന പോലെ കട്ട് ചെയ്യുക. പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സൈഡ്സ് ഇങ്ങനെയും കട്ട് ചെയ്യുക. ലാസ്റ്റത്തെ ആ ഭാഗത്ത് ബോൻ്റെ താഴെയുള്ള 2 സ്ട്രിങ്സിന് വേണ്ടിയിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കത്തെ ആ ബട്ടർ പേപ്പർ എടുത്തിട്ട് ഈ കാണുന്ന പോലെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിൽ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് അതും ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ ഗിഫ്റ്റ്സ് എല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു കവർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ കവറിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കംപ്ലീറ്റ് ദ ട്രീ എന്നുള്ള ആ ബാഗും പിന്നെ 2 ബോസും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 2 ബോസും അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എക്സ്ട്രാ ഗിഫ്റ്റ്സിൻ്റെ ബാഗും മെയിൻ ഗിഫ്റ്റ്സിൻ്റെ ബാഗും ബ്ലൈൻഡ് ബാഗ് ഇട്ടിട്ട് അതും കവർ ചെയ്യുക. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതെങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ ASMR കാണിക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.